ഇന്ന് നമ്മൾ മൈസൂർ പോകുക കേട്ടോ. അപ്പോൾ രാവിലെ 9 മണിയായപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ കുശാൽ നഗർ എത്തിയിട്ട് വണ്ടിയിൽ കാറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് റെഡിയാക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞ് അവിടെ ഒരു പെട്രോൾ പമ്പിൽ കയറി കാറ്റൊക്കെ ചെക്ക് ചെയ്യുക കേട്ടോ. ഏകദേശം നമ്മുടെ വീടിൻ്റെ അവിടുന്ന് ഇവിടം വരെ 190 കിലോമീറ്ററാണ് മൈസൂർ വരെയുള്ളത്. അപ്പോൾ മൈസൂർ ഇത് ഈ റോഡിൽ നമ്മുടെ നാട്ടിൽ കാണാത്ത ചില കാഴ്ചകളൊക്കെ ആട്ടോ നമ്മുടെ ഈ കർണാടകത്തിൽ വന്ന റോഡിലൂടെ കാണാനുള്ളത്. ആർക്കും ഹെൽമെറ്റ് ഇല്ല, അത് അവർക്ക് അലർജിയാണെന്ന് തോന്നുന്നത് കേട്ടോ. പിന്നെ ഒരു ബൈക്കിൽ ഏകദേശം 4 പേര് വരെയൊക്കെ അവർ കൊണ്ടുപോകും. ഒരു 2 വീലറിനെ മാക്സിമം എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള കാഴ്ച കേട്ടോ കാണുന്നത്, കണ്ടില്ലേ? ഞാനേ ഇപ്പൊ വന്നിട്ടുള്ള മൈസൂർ ആട്ടോ. മൈസൂർ വന്ന ആദ്യം തന്നെ വന്ന സ്ഥലം നമ്മുടെ മൈസൂർ പാലസ് ആണ്. ഇപ്പൊ നമ്മുടെ വീടിന്റെ അവിടുന്ന് ഇവിടെ വരെ 190 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത യാത്ര, നല്ല അടിപൊളി വഴിയേക്ക്, സംഭവം അടിപൊളിയാ, വലിയ ക്ഷീണമില്ലാതെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ മൈസൂർ പാലസ് പോയി കാണാം കേട്ടോ. മൈസൂർ പാലസ് വന്ന് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ടോക്കൺ എടുത്ത് ചെരുപ്പ് ഒരു കവറിലാക്കി അവർ പറയുന്ന കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുക്കണം. അഥവാ ഇനി ആദ്യമായിട്ട് വരുന്നവര് വണ്ടിക്കകത്ത് വെച്ചിട്ട് വന്നാലും മതി. ശരിക്കും നമ്മൾ ചെരുപ്പ് ഊരി വെക്കാൻ കുറെ സമയം കളഞ്ഞ് നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെയാണ് വണ്ടിയിൽ ഊരി വെച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. ഒരു ടോക്കൺ ഉണ്ട്, ഒരു ജോഡിക്ക് 2 രൂപ, 4 രൂപയ്ക്കുള്ളൂ. പക്ഷെ സമയം കുറെ വേസ്റ്റ് ആവും. ശരിക്കും നമ്മളൊരു യാത്ര തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെക്കേഷൻ ടൈം അല്ലാത്ത സമയത്താട്ടോ. കൂടുതൽ നമ്മൾക്ക് അതെല്ലാം കണ്ട് ആസ്വദിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വെക്കേഷൻ ടൈം അല്ലാത്ത സമയത്ത് വരണം. അതെന്നാന്ന് ചോദിച്ചാൽ ഭയങ്കര ജനത്തിരക്ക് കാരണം നമുക്കൊരു വീഡിയോ എടുക്കാനോ ഒന്നിനും സാധിക്കുന്നില്ല കേട്ടോ. അപ്പം ഒന്ന് കാണാൻ പോലും സാധിക്കുന്നില്ല. സൈഡ് വഴി നമുക്ക് പോകാൻ പറ്റുന്നില്ല. അതുപോലെ ആൾക്കാരെ കയറി പിടിച്ചോണ്ട്, പിന്നെ അതേപോലെ സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ അന്നേരം നമ്മൾക്ക് അവിടുന്ന് ഉപദേശം തന്നുകൊണ്ടുണ്ടായിരുന്നു. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതേപോലെ ഉന്തും തള്ളുമായിരുന്നു. പക്ഷെ നമ്മൾ കിട്ടിയ സമയത്ത് ഓരോരുത്തർ തലയൊക്കെ വീഡിയോയിലുണ്ടെങ്കിലും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ശരിക്കും അതിൽ കൊത്തുപണികൾ കണ്ടാണ്ടല്ലോ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതുപോലത്തെ കൊത്തുപണികളാട്ടോ അതിൻ്റെ ഉള്ളിൽ. ശരിക്കും പാലസ് എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, ആദ്യമായിട്ട് ജീവിതത്തിൽ കാണുന്ന. അപ്പം വല്ലാത്തൊരു അനുഭവം കേട്ടോ, ശരിക്കും ഞെട്ടിപ്പോയി. അപ്പം നമ്മൾ വേഗം അതിൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിൽ ഇറങ്ങുക ചെയ്തത്. കാരണം ആൾക്കാരുടെ കൂട്ടം കാരണം നമുക്കൊരു അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റിനുള്ളിൽ അതിൽ നിന്ന് വെളിയിൽ ഇറങ്ങി കേട്ടോ. പിന്നെ അവിടുന്ന് പോയത് വൃന്ദാവൻ ഗാർഡനിലോട്ട് കേട്ടോ. ശരിക്കും പാലസിൽ കയറുന്ന ഒരാൾക്ക് 100 രൂപ, വൃന്ദാവനിൽ കയറുന്നതിന് ഒരാൾക്ക് 50 രൂപയാണ്. വൃന്ദാവൻ ഗാർഡനിൽ ശരിക്കും പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. ഇതുപോലെ വെള്ളം വീഴാനുള്ള പൈപ്പുകളൊക്കെ കുറേ പൊട്ടിക്കിടക്കുക, എല്ലാം റെഡി ആക്കുന്നുണ്ട് അവർ. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ടുണ്ടല്ലോ, നമ്മളെ അറിയുന്ന കുറച്ച് പേരുണ്ടായിരുന്നു പാലക്കാട് നിന്ന് വന്ന കേട്ടോ. അവർ ടൂറിന് വേണ്ടി തന്നെ വന്നവരാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണാമെന്നെല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായി. എവിടെ പോയാലും നമ്മളെ അറിയുന്ന കുറച്ച് പേരുള്ളത് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന കാരണമല്ലേ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ ആൾക്കാർ അറിയുന്നത് അല്ലേ. അപ്പോൾ കുറേ ആൾക്കാരെ അങ്ങനെ കണ്ടു, അവരൊക്കെ വന്ന് സംസാരിച്ചു, എല്ലാം ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവരെയും ഒന്നും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും കിട്ടിയവരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇവിടെ വന്ന് ഏറ്റവും മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വൃന്ദാവനം മൊത്തം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും മൊത്തം ലൈറ്റ് ഒക്കെ വരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനുള്ള സെറ്റപ്പ് ഫുള്ള് പണി നടക്കും. ഈ നടുക്കൊന്നും വെള്ളമില്ല, ഇതെല്ലാം വെള്ളമായിട്ട് വരേണ്ടതാ. പക്ഷെ അതിൻ്റെയൊക്കെ പണി നടക്കുന്നുണ്ട്. പണി നടന്നു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. കണ്ടോ, അവിടെയൊന്നും വെള്ളമില്ല, റെഡി ആവുന്നതേ ഉള്ളൂ. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു രസം. മൈസൂർ വൃന്ദാവൻ ഗാർഡനിൽ വന്നപ്പോഴേ ഭയങ്കര സങ്കടം, പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ലായിരുന്നു. അപ്പം നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഇവിടെ 1/4 മണിക്കൂർ ഇരുന്നു. ഇപ്പം സന്ധ്യ ആയപ്പോഴത്തേനും എല്ലാ ലൈറ്റും തെളിഞ്ഞു. അപ്പം ലൈറ്റ് തെളിഞ്ഞപ്പം അങ്ങനെ ലൈറ്റെല്ലാം കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഈ കാണുന്നത് നമ്മുടെ വൃന്ദാവൻ ഗാർഡനിലെ തിരക്കാട്ടോ. ഇതുപോലത്തെ തിരക്കാണ് ഈ വെക്കേഷൻ ടൈമിൽ. എല്ലാവരും ഓടിയാണ് വരുന്നത് കേട്ടോ, കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും കുട്ടികളെ കൊണ്ടുപോയി കാണിക്കാനും. ഇതൊക്കെ ജീവിതത്തിൽ വളരെ നമുക്ക് കിട്ടുന്നൊരു എന്താ പറയുക, കുറച്ച് കിട്ടുന്ന ഭാഗ്യങ്ങളാട്ടോ. നമ്മൾ കിട്ടുന്ന സമയം ഇതുപോലെ യാത്ര ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാം.